സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും കാത്തിരിക്കുന്നവർക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചതുപോലെ ജൂൺ മാസത്തെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണം ജൂൺ 20 വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. ഒട്ടേറെ വിവാദങ്ങൾക്കൊടുവിലാണ് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം നടക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ക്ഷേമ പെൻഷൻ വിതരണത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷ വിഭാഗങ്ങൾ തർക്കത്തിൽ ഏർപ്പെട്ടത്. എങ്കിലും സാധാരണഗതിയിൽ 25-ാം തീയതിക്ക് ശേഷം വിതരണം ആരംഭിക്കുന്ന ക്ഷേമ പെൻഷൻ സർക്കാർ ജൂൺ 20-ാം തീയതി മുതൽ തന്നെ വിതരണം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. രണ്ട് രീതിയിലാണ് ജൂൺ മാസത്തെ 1600 രൂപയുടെ വിതരണം നടത്തുന്നത്. 26 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 1600 രൂപ വീതം ക്രെഡിറ്റ് ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ 25 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് തന്നെ 1600 രൂപ കൈകളിലേക്കും ലഭിക്കും. ജൂൺ മാസ പെൻഷൻ 20-ാം തീയതി ആരംഭിക്കുമെന്നാണ് അറിയിച്ചതെങ്കിലും അതിൻ്റെ വിതരണം തുടക്കത്തിൽ ഭാഗികമായിരിക്കും. അതായത് 20-ാം തീയതി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുടക്കത്തിൽ വിതരണം ഉണ്ടാകുന്നതല്ല. ആദ്യം വീടുകളിലേക്ക് നേരിട്ട് നൽകുന്ന പെൻഷനാണ് ആരംഭിക്കുക. സഹകരണ ബാങ്കുകളിലേക്ക് തുകയും നൽകേണ്ടവരുടെ ലിസ്റ്റും വന്ന ശേഷം നാളെ ശനിയാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ മുതലോ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. 20-ാം തീയതി മുതൽ 2 ആഴ്ചയോളം സംസ്ഥാനത്ത് ജൂൺ മാസ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാകുന്നതാണ്. അതിനാൽ തന്നെ ആദ്യത്തെ 2-3 ദിവസം പെൻഷൻ തുക എത്തിച്ചേർന്നില്ലെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ല. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നതാണ്. വെള്ളിയാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ശനിയാഴ്ച അക്കൗണ്ടുകളിലേക്ക് വിതരണം ഉണ്ടാകുമെന്ന് അറിയുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം അടുത്ത ആഴ്ച മുതലായിരിക്കും അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും ആരംഭിക്കുക. ഇന്നും നാളെയുമൊക്കെ ആർക്കെങ്കിലും കൈകളിൽ പെൻഷൻ തുക ലഭിക്കുകയാണെങ്കിൽ അക്കാര്യമൊന്ന് കമൻറ്റ് ചെയ്യുക. പെൻഷൻ വിതരണത്തിൻ്റെ പുതിയ അറിയിപ്പുകൾ വന്നാലുടൻ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്.